അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ സുരക്ഷാ ക്രമീകരണങ്ങളെ പരിഹസിച്ച് കെനിയയിലെ ഇറാനിയൻ എംബസി രംഗത്തെത്തിയത് ആഗോളതലത്തിൽ പുതിയൊരു നയതന്ത്ര പോരാട്ടത്തിന് തിരികൊളുത്തിയിരിക്കുകയാണ്. ന്യൂജേഴ്സിയിലെ ബെഡ്മിൻസ്റ്ററിലുള്ള ട്രംപിന്റെ സ്വകാര്യ ഗോൾഫ് ക്ലബിന് ചുറ്റും അത്യാധുനിക എയർ ഡിഫൻസ് സിസ്റ്റം വിന്യസിച്ച ചിത്രങ്ങൾ പുറത്തു വന്നതിന് തൊട്ടു പിന്നാലെയാണ് ഇറാന്റെ ഭാഗത്തുനിന്ന് രൂക്ഷമായ പരിഹാസം ഉയർന്നത്. ട്രംപിന്റെ മുൻകാല പ്രസംഗങ്ങളിലെ ശൈലിയെ അനുകരിച്ചുകൊണ്ട് സോഷ്യൽ മീഡിയയിലൂടെയായിരുന്നു ഇറാന്റെ തിരിച്ചടി. US സൈന്യത്തിന്റെ അവഞ്ചർ എയർ ഡിഫൻസ് സിസ്റ്റം ട്രംപിന്റെ ഗോൾഫ് കോഴ്സിന് സമീപം കാവൽ നിൽക്കുന്നതിന്റെ ചിത്രങ്ങളാണ് ഈ വിവാദങ്ങൾക്ക് തുടക്കമിട്ടത്. ഇത് ചൂണ്ടിക്കാണിച്ച് ഒരു വൻ ശക്തി രാജ്യം ഗോൾഫ് ബോളുകളെ പോലും ഭയന്ന് മിസൈലുകൾ നിരത്തിയിരിക്കുകയാണെന്ന് കെനിയയിലെ ഇറാൻ എംബസി കളിയാക്കി. വിമാനങ്ങളെയും ഡ്രോണുകളെയും തകർത്തു കളയാൻ ശേഷിയുള്ള മാരകമായ സ്റ്റിംഗർ മിസൈലുകൾ വഹിക്കുന്ന പ്രതിരോധ സംവിധാനമാണ് അവഞ്ചർ. ഇതിനു പുറമെ വ്യോമപാതയിലെ സൂക്ഷ്മമായ നീക്കങ്ങൾ പോലും തിരിച്ചറിയാൻ കഴിയുന്ന സെന്റിനൽ റഡാർ സിസ്റ്റവും ഗോൾഫ് കോഴ്സിന് സമീപം സ്ഥാപിച്ചിട്ടുള്ളതായി ചിത്രങ്ങളിൽ വ്യക്തമായിരുന്നു. ട്രംപിന് നേരെ നിലനിൽക്കുന്ന കടുത്ത വധഭീഷണികളുടെ പശ്ചാത്തലത്തിലാണ് US സീക്രട്ട് സർവീസും സൈന്യവും ഇത്തരമൊരു കടുപ്പമേറിയ സുരക്ഷാ വലയം തീർത്തത്. എന്നാൽ ഇറാനെ സംബന്ധിച്ചിടത്തോളം ഡൊണാൾഡ് ട്രംപ് വ്യക്തിപരമായി ഭയന്നോടുകയാണെന്ന് ലോകത്തിനു മുൻപിൽ കാണിക്കാനുള്ള അവസരമായാണ് അവർ ഇതിനെ ഉപയോഗപ്പെടുത്തിയത്. അമേരിക്കൻ പ്രസിഡന്റുമാർക്കും മുൻ പ്രസിഡന്റുമാർക്കും നൽകി വരുന്ന സാധാരണ സുരക്ഷാ മാനദണ്ഡങ്ങളുടെ ഭാഗമാണ് ഇത്തരം പ്രതിരോധ സംവിധാനങ്ങളെന്ന് പ്രതിരോധ വിദഗ്ധർ ചൂണ്ടിക്കാണിക്കുന്നു. ഡ്രോൺ ആക്രമണങ്ങളും വ്യോമമാർഗമുള്ള ഭീഷണികളും വർദ്ധിച്ചു വരുന്ന പുതിയ കാലഘട്ടത്തിൽ പ്രസിഡന്റ് പദവിയിലിരുന്ന വ്യക്തികൾ സ്ഥിരമായി എത്തുന്ന സ്ഥലങ്ങളിൽ ഇത്തരം എയർ ഡിഫൻസ് സിസ്റ്റങ്ങൾ വിന്യസിക്കുന്നത് അനിവാര്യമാണ്. ജനറൽ ഖാസിം സുലൈമാനിയുടെ വധത്തിന് ശേഷം അമേരിക്കയും ഇറാനും തമ്മിലുള്ള ശത്രുത പരസ്യമായ സൈനിക നയതന്ത്ര പോരാട്ടമായി മാറിയിരുന്നു. സുലൈമാനിയുടെ വധത്തിന് ഉത്തരവിട്ട് ട്രംപിനെ വധിക്കുമെന്ന് ഇറാൻ പരസ്യമായി പ്രഖ്യാപിച്ചിട്ടുള്ള കാര്യമാണ്. അതിനാൽ തന്നെ ട്രംപിന്റെ ഓരോ നീക്കവും അതീവ ജാഗ്രതയോടെയാണ് US ഇന്റലിജൻസ് നിരീക്ഷിക്കുന്നത്. ഈ പശ്ചാത്തലത്തിൽ ബെഡ്മിൻസ്റ്ററിലെ മിസൈൽ വിന്യാസം തീർത്തും ന്യായീകരിക്കാവുന്ന ഒന്നാണ്. കെനിയയിലെ ഇറാൻ എംബസിയുടെ ഔദ്യോഗിക പ്രതികരണം ആഫ്രിക്കൻ മേഖലയിലും മിഡിൽ ഈസ്റ്റിലും വലിയ ചർച്ചകൾക്ക് വഴിവെച്ചിട്ടുണ്ട്. നയതന്ത്ര തലത്തിലുള്ള മാന്യതയേക്കാൾ ഉപരി സോഷ്യൽ മീഡിയയിലൂടെ അമേരിക്കയെ നാണം കെടുത്തുക എന്ന തന്ത്രമാണ് ഇറാൻ ഇവിടെ പയറ്റിയത്. ഗോൾഫ് കളിക്കാൻ എത്തുന്ന ഒരു നേതാവിന് ചുറ്റും അത്യാധുനിക റഡാറുകളും മിസൈൽ ലോഞ്ചറുകളും കാവൽ നിൽക്കുന്ന കാഴ്ച സാധാരണക്കാർക്കും കൗതുകമുണർത്തുന്ന ഒന്നാണ്. എന്നാൽ ആധുനിക യുദ്ധമുറകളിൽ ചെറിയ ഡ്രോണുകൾക്ക് പോലും വലിയ നാശനഷ്ടങ്ങൾ വരുത്താൻ ശേഷിയുള്ളതിനാൽ ഏതൊരു വ്യോമ ഭീഷണിയെയും ചെറുക്കാൻ ഇത്തരം സംവിധാനങ്ങൾ അനിവാര്യമായി മാറുന്നുണ്ട്. സുരക്ഷാ ഏജൻസികളെ സംബന്ധിച്ചിടത്തോളം റിസ്ക് എടുക്കാൻ സാധിക്കാത്ത അവസ്ഥയാണുള്ളത്. ട്രംപിനെ പോലൊരു നേതാവിന് നേരെ നിരന്തരം ഉണ്ടാകുന്ന വധശ്രമങ്ങളും ഭീഷണികളും കണക്കിലെടുക്കുമ്പോൾ ബെഡ്മിൻസ്റ്ററിലെ സുരക്ഷ വർദ്ധിപ്പിച്ചത് US സീക്രട്ട് സർവീസിന്റെ പ്രൊഫഷണലിസത്തെയാണ് കാണിക്കുന്നത്. ഇറാൻ നടത്തുന്ന ഇത്തരം പരിഹാസങ്ങൾ ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ബന്ധം കൂടുതൽ വഷളാക്കാനേ ഉപകരിക്കും. പശ്ചിമേഷ്യയിൽ യുദ്ധസമാനമായ അന്തരീക്ഷം നിലനിൽക്കുന്ന സാഹചര്യത്തിൽ ഒരു ഔദ്യോഗിക എംബസി നടത്തുന്ന ഇത്തരം പ്രസ്താവനകൾ നയതന്ത്ര പ്രതിസന്ധി വർദ്ധിപ്പിക്കുന്നുണ്ട്. ബെഡ്മിൻസ്റ്ററിലെ ഗോൾഫ് ക്ലബ് ട്രംപിന്റെ പ്രധാന താവളങ്ങളിൽ ഒന്നാണ്. വാരാന്ത്യങ്ങളിലും വിശ്രമവേളകളിലും ട്രംപ് ഇവിടെ ചെലവഴിക്കാറുമുണ്ട്. വിശാലമായ ഈ പ്രദേശത്ത് പരമ്പരാഗത സുരക്ഷാ ഭടന്മാരെ മാത്രം വിന്യസിക്കുന്നത് സുരക്ഷിതമല്ലെന്ന ഇന്റലിജൻസ് മുന്നറിയിപ്പാണ് മിസൈൽ പ്രതിരോധ സംവിധാനം എത്തിക്കാൻ കാരണം. ട്രംപിന്റെ രാഷ്ട്രീയ എതിരാളികളും ഈ സംഭവം സോഷ്യൽ മീഡിയയിൽ ആഘോഷമാക്കി. എന്നാൽ US പ്രസിഡന്റുമാരുടെ സുരക്ഷ എന്നത് ഒരു വ്യക്തിഗത വിഷയമല്ല, മറിച്ച് രാജ്യത്തിന്റെ പരമാധികാരത്തിന്റെ ഭാഗമാണെന്ന് പ്രതിരോധ വിദഗ്ധർ ഓർമ്മിപ്പിക്കുന്നുണ്ട്. ഇറാന്റെ തന്ത്രം വാസ്തവത്തിൽ ട്രംപിന്റെ പ്രതിച്ഛായയ്ക്ക് മങ്ങലേൽപ്പിക്കുക എന്നതായിരുന്നു. എന്നാൽ ഇതിലൂടെ ഇറാൻ അമേരിക്കയെ എത്രത്തോളം ഗൗരവമായി ഭീഷണിപ്പെടുത്തുന്നുണ്ടെന്ന് ലോകത്തിന് ബോധ്യപ്പെടുകയാണ് ചെയ്തത്. US ഇന്റലിജൻസ് റിപ്പോർട്ടുകൾ പ്രകാരം ട്രംപിനെ ലക്ഷ്യമിട്ട് വിദേശ ഏജന്റുകൾ നീക്കം നടത്തുന്നുണ്ടെന്ന വിവരം വ്യക്തമാണ്. അതുകൊണ്ട് തന്നെ ഇറാന്റെ പരിഹാസങ്ങളെ തള്ളിക്കളഞ്ഞ് സുരക്ഷ കുറച്ചുകൂടി കർശനമാക്കാനാണ് സീക്രട്ട് സർവീസ് തീരുമാനം. ബെഡ്മിൻസ്റ്ററിലെ ഗോൾഫ് കോഴ്സിൽ ഉയർന്ന മിസൈലുകൾ അമേരിക്കയുടെ പ്രതിരോധ ശക്തിയുടെയും അതോടൊപ്പം അവർ നേരിടുന്ന സങ്കീർണമായ ഭീഷണികളുടെയും പ്രതീകമാണ്. ഇറാൻ ഇതിനെ എത്രത്തോളം പരിഹസിച്ചാലും തങ്ങളുടെ നേതാക്കളുടെ ജീവനും രാജ്യത്തിന്റെ സുരക്ഷയ്ക്കും തന്നെയാണ് അമേരിക്ക മുൻഗണന നൽകുന്നത്.
വരും ദിവസങ്ങളിൽ ഈ വിഷയത്തിൽ കൂടുതൽ നയതന്ത്ര യുദ്ധങ്ങൾ ഇനിയും പ്രതീക്ഷിക്കാം.